തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊന്നാണ്. ഗ്രാമീണ വികസനം, സാമൂഹ്യക്ഷേമം, കാർഷിക പുരോഗതി, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ പദ്ധതികൾ എന്നിവ ഏകോപിപ്പിച്ച് ജനജീവിത നിലവാരം ഉയർത്തുക എന്നതാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രധാന ലക്ഷ്യം. ഭൗമശാസ്ത്രപരമായി തിരൂർ ബ്ലോക്ക് ഭാരതപ്പുഴയുടെ തീരപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ കാർഷിക മേഖലയ്ക്ക് ഏറെ അനുയോജ്യമായ പ്രദേശമാണ്. സാംസ്കാരികമായി തിരൂർ ബ്ലോക്ക് കേരളത്തിന്റെ പൈതൃകത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ്. മലയാള ഭാഷയുടെ പിതാവായി അറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ സ്മരണകളുമായി ബന്ധപ്പെട്ട തുഞ്ചൻ പറമ്പ് ഈ പ്രദേശത്തിന്റെ അഭിമാന ചിഹ്നമാണ്. തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, കാർഷിക സേവന കേന്ദ്രങ്ങൾ തുടങ്ങിയവ സജീവമായി പ്രവർത്തിക്കുന്നു. സ്ത്രീ ശാക്തീകരണം, യുവജന വികസനം, ശുചിത്വ പ്രവർത്തനങ്ങൾ, കുടിവെള്ള പദ്ധതികൾ തുടങ്ങിയ മേഖലകളിൽ ബ്ലോക്ക് പഞ്ചായത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഗതാഗത സൗകര്യങ്ങളുടെ കാര്യത്തിലും തിരൂർ മുൻപന്തിയിലാണ്. തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള റെയിൽ റോഡ് ബന്ധങ്ങൾ ഈ പ്രദേശത്തെ കേരളത്തിലെ പ്രധാന നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. ഇതിലൂടെ വ്യാപാരത്തിനും വിദ്യാഭ്യാസത്തിനും തൊഴിൽ മേഖലയ്ക്കും കൂടുതൽ സാധ്യതകൾ ലഭ്യമാണ്. തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക രംഗത്ത് ശ്രദ്ധേയമായ പങ്കുവഹിക്കുന്നവരാണ് RD ഏജന്റുമാർ. സാധാരണ ജനങ്ങളിൽ ചെറുസമ്പാദ്യശീലം വളർത്തുകയും സർക്കാർ അംഗീകൃത നിക്ഷേപ പദ്ധതികളിലേക്ക് ജനങ്ങളെ കൈപിടിച്ചു നയിക്കുകയും ചെയ്യുന്നതിൽ ഇവർ നിർണായക പങ്കുവഹിക്കുന്നു. തിരൂർ ബ്ലോക്കിലെ മഹിളാ പ്രധാന ഏജന്റ് ലക്ഷ്മിയാണ് ഞാൻ. DDNS-ഉം ADNS-ഉം വന്ന് തിരൂർ ബ്ലോക്കിൽ ഓരോ ഇൻ്റർവ്യൂ നടത്തി. അതിൽ 8 പേരെ സെലക്ട് ചെയ്തു. ഓരോ പഞ്ചായത്തിനും ഓരോ ഏജൻറ്റുമാരെയാണ് സെലക്ട് ചെയ്തിരുന്നത്. എൻ്റെ ജീവിതത്തിലെ എല്ലാ ഭാഗ്യങ്ങൾക്കും കാരണമായത് ഈ RD ഏജൻസിയാണ്. 42 വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു. 43ാമത് റഷ്യ അടുത്ത മെയ് 24-ന് പോകുന്നതാണ്. ഇന്ത്യയിൽ 2 സ്റ്റേറ്റ് മാത്രമേ ഇനി കാണാനുള്ളൂ. ഇന്ത്യയിലും മിക്കവാറും എല്ലാ സ്ഥലങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. തിരൂർ ബ്ലോക്കിലെ RD ഏജന്റുമാർ ജനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. കുടുംബങ്ങളുടെ സാമ്പത്തിക സാഹചര്യം മനസ്സിലാക്കി ചെറിയ തുകകളിൽ നിന്നും സമ്പാദ്യം ആരംഭിക്കാൻ ഇവർ പ്രോത്സാഹിപ്പിക്കുന്നു. ദിവസവേതന തൊഴിലാളികൾ, കർഷകർ, ചെറുകിട വ്യാപാരികൾ,
വീട്ടമ്മമാർ എന്നിവരിൽ സമ്പാദ്യബോധം വളർത്തുന്നതിൽ ഇവരുടെ സേവനം ഏറെ വിലപ്പെട്ടതാണ്. സർക്കാർ നടപ്പിലാക്കുന്ന ചെറു സമ്പാദ്യ പദ്ധതികളുടെ പ്രചാരണ പ്രവർത്തനങ്ങളിലും RD ഏജന്റുമാർ സജീവമായി പങ്കെടുക്കുന്നു. സാമ്പത്തിക സുരക്ഷ, ഭാവി സംരക്ഷണം, വിരമിക്കൽ ജീവിതം, കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിലും ഇവർ പങ്കാളികളാണ്. ഡിജിറ്റൽ ബാങ്കിംഗ് വ്യാപകമായ കാലത്തും ഗ്രാമീണ മേഖലകളിൽ വ്യക്തിപരമായ വിശ്വാസബന്ധം മൂലം RD ഏജന്റുമാർക്ക് ഇപ്പോഴും വലിയ സ്വാധീനമുണ്ട്. മലപ്പുറം കൂട്ടിലങ്ങാടിയിലെ റെയിൻബോ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് മെയ് 12-ാം തീയതി നടക്കുന്ന മലപ്പുറം ജില്ലയിലെ മഹിളാ പ്രധാൻ ഏജന്റുമാരുടെ സംഗമത്തിന് എല്ലാവിധ ആശംസകളും. തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ എല്ലാ ഏജന്റുമാർക്കും ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം വരും വർഷങ്ങളിലും മാതൃകാപരമായ കൂട്ടായ്മകൾ സംഘടിപ്പിക്കാനായിട്ട് സാധിക്കട്ടെ. ഞാൻ ദേവയാനി, തിരൂർ ബ്ലോക്കിൽ തിരുനായ പോസ്റ്റേഴ്സിൽ അടയ്ക്കുന്ന മഹിളാ പ്രധാന ഏജൻറ്റാണ്. 1985 ഞാൻ ഏജൻസി എടുത്തത്. അന്ന് ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. ഞാൻ, ജോയ്സി വെസലി, ഗീത. 41 വർഷമായി. ഈ ഏജൻസി കൊണ്ട് വളരെ ഉപകാരപ്രദമായ രീതിയിൽ നമ്മുടെ നാടിനും എനിക്കും നല്ല സേവനം അനുഷ്ഠിച്ചു. അന്ന് കമ്മീഷൻ 4%, അലവൻസ് 4%, 1.25% ബോണസുമായിരുന്നു. ഇന്നിപ്പോൾ അത് 4% കമ്മീഷനും 5.25% അലവൻസുമായി മാറി. അന്ന് ഞങ്ങൾ ഏജൻസി എടുത്ത സമയത്ത് 5 പേരാണ് ഏജൻറ്റുമാരുണ്ടായിരുന്നത്. ഇന്ന് അതിൽ 2 പേർ മരണപ്പെട്ടു. അതിനുശേഷം ഏജൻസി എടുത്ത് 51 പേരുണ്ടായിരുന്നു. അതിൽ കുറേ പേർ അകാലമായി മരണമടഞ്ഞു. നമ്മുടെ ഈ ഏജൻസി കൊണ്ട് ഓരോ മഹിളാ പ്രധാന ഏജൻറ്റുമാർക്കും വളരെ നല്ല രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. നല്ല വരുമാന മാർഗ്ഗമാണ്. കുടുംബത്തിനും വീടും മക്കളുടെ വിദ്യാഭ്യാസത്തിനും എല്ലാറ്റിനും ഉതകുന്ന രീതിയിൽ നല്ലൊരു വരുമാന മാർഗ്ഗമാണ് സ്ത്രീകളുടെ ഈ വരുമാനം. 22 കൊല്ലമായി ഏജൻസി കിട്ടിയിട്ട്. അതിന് ശേഷമാണ് ഇന്ന് ശരിയായത്. കുട്ടികളെ പഠിപ്പിക്കാനും വീടുണ്ടാക്കാനും എല്ലാം ഈ ജോലിയിൽ നിന്നാണ് എനിക്ക് സാധിച്ചത്. വളരെ സന്തോഷമുള്ള കാര്യമാണ് അത്. ഇനി ഇവരുടെ അഭിപ്രായം ചോദിക്കും. 22-23 വർഷമായി ജോലി കിട്ടിയിട്ട്. ഈ ഒരു ജോലി കൊണ്ടാണ് ജീവിതത്തിൽ എല്ലാം മേന്മ ഉണ്ടായിരിക്കുന്നത്. ഇത്രയും സന്തോഷവും സമാധാനമുള്ളൊരു ജോലി വേറൊരു ജോലിയിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ പെൻഷനായി സർക്കാർ സർവീസിൽ നിന്ന് ഇറങ്ങണ്ടേ. ഇത് നമുക്ക് അധ്വാനിക്കാൻ പറ്റുന്ന അത്രയും കാലം നമുക്ക് അധ്വാനിക്കുക, നന്നായി ജീവിക്കാം. ഞാൻ 84 അംഗൻവാടി ടീച്ചറായിട്ട് കയറിയതാണ്. 75 രൂപ അംഗൻവാടി ടീച്ചറായിട്ട് ഓണറേറിയം വാങ്ങിയിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ പിന്നെ ജീവിക്കാൻ ബുദ്ധിമുട്ട് വന്നത് കാരണം 1999 ജൂണിൽ ഏജൻസി എടുത്തു. പിന്നെ ഏജൻസി എടുത്തിട്ട് വീടുണ്ടാക്കി, മക്കളെ പഠിപ്പിച്ചു, മക്കളെ കല്യാണം കഴിപ്പിച്ചു. അങ്ങനെ ഇപ്പോൾ നല്ല സ്ഥിതിയിലായി. ഒക്കെ ഈ ഏജൻസി, ഈ ജോലി കിട്ടിയത് കാരണമാണ്. അപ്പോൾ ഈ ജോലി കൂടി എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷേ ഈ പുതിയ അപ്പോയിൻമെൻറ്റ് ഈ ജോലിക്ക് നിർത്തിവെച്ചത് കാരണം ഭയങ്കര സങ്കടമുണ്ട്. അത് തുടരണമെന്ന് ആഗ്രഹമുണ്ട്. സാധാരണക്കാർക്ക് സമ്പാദ്യശീലം വളർത്തുവാനും അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായും വിവാഹം, വീട്, കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നീ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും ഉതകുന്ന ചെറുകിട സമ്പാദ്യ പദ്ധതിയാണ് ദേശീയ സമ്പാദ്യ പദ്ധതി അഥവാ RD നിക്ഷേപം. മഹിളാ പ്രധാൻ ഏജന്റിനും കുടുംബത്തിൽ നല്ല വരുമാനമുണ്ടാക്കാനും ഈ പദ്ധതി ഉപകാരമാണ്. മഹിളാ പ്രധാൻ ഏജന്റിന് 4% കമ്മീഷനും 4% അലവൻസും 1.25% ബോണസുമാണ് കിട്ടിയിരുന്നത്. എന്നാൽ ശ്യാമള ഗോപിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം നമുക്ക് അലവൻസ് ഇല്ലാതെ മൊത്തം 5.25% പ്രതിഫലം ആയി മാറി.
മെയ് മാസം 12-ന് മലപ്പുറം കൂട്ടിലങ്ങാടി റെയിൻബോ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന മഹിളാപ്രധാൻ ഏജൻറ്റുമാരുടെ ജില്ലാ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. തിരൂർ ബ്ലോക്കിനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട എല്ലാ ഏജൻറ്റുമാർക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു. മലപ്പുറത്തെ മഹിളാപ്രധാൻ ഏജൻറ്റുമാരുടെ ഒരു സംഗമം കൂട്ടിലങ്ങാടി റെയിൻബോ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുകയാണ് മെയ് 12-ാം തീയതി. ആയതിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അതോടൊപ്പം തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മഹിളാപ്രധാന ഏജൻറ്റുമാർക്ക് കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ ജോയ്സി വെസ്ലി തിരുനാവായ പോസ്റ്റ് ഓഫീസിൽ RD ഏജൻറ്റായി വർക്ക് ചെയ്യുന്നു. തിരൂർ ബ്ലോക്കിൻ്റെ ഏജൻറ്റാണ്. 1985 ഓഗസ്റ്റ് 18-ാം തീയതി മുതൽ ഞാൻ ഏജൻറ്റാണ്. ഇന്ന് വരെയും നന്നായി പ്രവർത്തിക്കുവാൻ സാധിച്ചു. അത് മുഖാന്തരം എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹങ്ങളും ഉണ്ടായിട്ടേ ഉള്ളൂ. ഒരു ജോലിക്ക് വേണ്ടി പലരും തുനിയുമ്പോൾ എനിക്കുണ്ടായ അനുഭവം വേറൊന്നു തന്നെയാണ്. പലവിധമാകുന്ന അനുഗ്രഹങ്ങളും കൂടെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പേര് വനജ. ഞാൻ തിരൂർ ബ്ലോക്കിലെ RD ഏജൻറ്റാണ്. ഇപ്പോഴത്തെ കൺവീനറാണ്. അപ്പോൾ നമ്മളെ മലപ്പുറം ജില്ലയിൽ 12-ാം തീയതി നടക്കുന്ന മഹിളാ പ്രധാനം പരിപാടിയിലേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.